മൂലം നക്ഷത്രത്തിന് ഈ ശനിമാറ്റത്തിൽ കൂടെ അല്ലെങ്കിൽ വ്യാഴവും മാറുന്നുണ്ട്. അപ്പോൾ ഇത് എന്തൊക്കെയാണ് അനുകൂലമായിട്ട് പ്രതികൂലമായിട്ടുള്ള കാര്യങ്ങളെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ മൂലം നക്ഷത്രം എന്ന ഈ ധനുക്കൂറിൽപ്പെട്ട നക്ഷത്രമാണല്ലോ. അപ്പോൾ ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് കേതുവാണ്. ചൊവ്വാകർമ്മയിൽപ്പെട്ടതാണ് ഈ മൂലം നക്ഷത്രം എന്ന്. പിന്നെ നമുക്കപ്പോൾ വിശദമായിട്ട് കാര്യങ്ങളൊക്കെ ഒരു നോക്കാം. പിന്നെ ഓരോ നമ്മൾ പറയുന്നതിനകത്ത് ഓരോ പാദത്തിൻ്റെ അനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ വരാം. അത് എല്ലാവർക്കും 100% ആയിരിക്കണമെന്നില്ല. അപ്പം നിങ്ങൾ ആ പാദം വെച്ചിട്ടൊന്ന് നോട്ട് ചെയ്ത് കഴിഞ്ഞാലേ മനസ്സിലാകത്തുള്ളൂ. അപ്പം ചില ആൾക്കാർക്ക് ചില പാദത്തിൽ വ്യത്യാസങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്തിരിക്കുക. അപ്പം ഈ ശനിമാറ്റത്തിലൂടെ പല ആൾക്കാർക്ക് ചിലപ്പോൾ നെഗറ്റീവ്, ഇതുവരെ നല്ലതായിരുന്ന ചില ആൾക്കാർക്ക് ദോഷമായിട്ട് സംഭവിക്കാം. അതേമാതിരി തിരിച്ച് ഇതുമാതിരി ദോഷഫലങ്ങളുണ്ടായിരുന്ന ആൾക്കാർക്ക് നല്ലതായിട്ടും വരാം. അപ്പം ഇപ്പം ശനി മാറുന്നത് കുംഭൻ രാശിയിൽ നിന്ന് മീനൻ രാശിയിലോട്ടാണ് മാറുന്നത്. പക്ഷേ മീനൻ രാശി എന്ന് പറഞ്ഞാൽ വ്യാഴത്തിൻ്റെ ഗ്രഹമാണ്. അതായത് നമ്മുടെ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം. വ്യാഴം എന്ന് പറഞ്ഞാൽ ഫൈനാൻസിൻ്റെ ഗ്രഹമാണ്, കുട്ടികളെ പാറ്റിൻ്റെ അങ്ങനെയൊക്കെ ഗ്രഹമാണ്. അപ്പം വ്യാഴം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു പൊതുവെ മനുഷ്യൻ്റെ കഷ്ടപ്പാട്, ദുരിതങ്ങൾ എല്ലാം ഉണ്ട്. വല്ല എന്തെങ്കിലും അസുഖങ്ങളോ വന്നു അതിൻ്റെ കൂടെ പൈസയോട് ഇല്ലാതെ വന്നു കഴിയുമ്പോഴാണ് ഒരുപാട് പ്രശ്നമാണ്. അപ്പം ഈ വ്യാഴത്തിന് ചില ആൾക്കാർ അനുകൂലമായിട്ട് നിൽക്കുന്നതുകൊണ്ട് ചില ആൾക്കാർക്ക് ഈ ശനി അത്ര ഏക്കത്തില്ല. പൊതുവെ പറയുന്നതിൻ്റെ കാരണം എന്നാൽ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം. അതേമാതിരി രണ്ടാമത്തെ ഗ്രഹം ശനിയാണ്. അപ്പോൾ ഒരു ഫ്രണ്ടിൻ്റെ ഗ്രഹത്തിലോട്ടാണ് ഇപ്പം ശനി പോകുന്നത്, വ്യാഴത്തിൻ്റെ ഗ്രഹത്തിൽ. എന്ന് പറഞ്ഞാൽ ഇത് മിത്രമാണ്. അപ്പോൾ ഒരിക്കലും ഒരു മിത്രത്തെ ലോഹിക്കുകയില്ല. ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ പ്രാവശ്യത്തെ ശനി വലിയ രീതിയിൽ എല്ലാവർക്കും ഉപദ്രവം ചെയ്യില്ല. എന്നാലും നമ്മൾ ഏകദേശം ഒരു ശനിയെപ്പറ്റി നമ്മളൊന്ന് അറിഞ്ഞിരിക്കാം. 2.5 കൊല്ലമാണ് ഒരു ശനി ഒരാളുടെ ഒരു ടേണി വരുന്നത്. ഇപ്പം 7.5 ശനി എന്ന് പറഞ്ഞാൽ 7.5 വർഷമാണ്. അതായത് 2.5 വർഷം × 3 ടേൺ വരും. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു ശനി ഏകദേശം 3 പ്രാവശ്യം കടന്നു പോകുന്നു എന്നാണ് കണക്കാക്കേണ്ടത്. കാരണം ഒരു 30 വർഷം 29 അപ്രോക്സിമേറ്റ് വർഷത്തോളമാണ് ഇത് കറങ്ങുന്നത്. അപ്പം ഒരു 12 രാശികളല്ല, 12 ഗോളങ്ങൾ. അപ്പം ഈ ഒരു ഗോളത്തിൽ ശനി സ്റ്റേ ചെയ്യാന്ന് പറഞ്ഞാൽ 2.5 വർഷം. അതേപോലെ വ്യാഴമാണെന്നൊരു 361 ഡേയ്സ്, ഏകദേശം 1 വർഷം. അതേപോലെ രാഹു കേതുവാണ് 1.5 വർഷം. പിന്നെ ഗ്രഹങ്ങൾ ചിലപ്പോൾ സൂര്യനെ അങ്ങനെയുള്ള പല ഗ്രഹങ്ങൾ 1 മാസം അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ 2.5 വർഷത്തെ ഇതും പിന്നെ ഇങ്ങനെയുള്ള കറങ്ങി വരുന്നത്. അപ്പം നമ്മൾ ജനിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു സ്റ്റാർ ഉണ്ട്, അത് വെച്ചിട്ട് നമുക്കൊരു ശനിയുണ്ട്. പിന്നെ ഈ ശനി കൂടാതെ ആ ശനിദശ ഓരോ ടൈമിൽ വരുമല്ലോ. അപ്പോൾ അതുകൂടാതെ നമുക്കിപ്പോൾ സപ്പോസ് വ്യാഴം കയറി വരും, ശുക്രൻ കയറി വരും. അപ്പോൾ ചിലത് ഇങ്ങനെയൊക്കെ നമ്മൾ നോക്കിയിട്ട് ചിലപ്പോൾ കല്യാണം കഴിക്കാൻ പറ്റുമോ, അങ്ങനെ പല കാര്യങ്ങളും അറിയുന്ന ഇങ്ങനെയുള്ള പല ഗ്രഹങ്ങളെ നോക്കിയിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ 7.5 ശനി ഇങ്ങനെ, അതേമാതിരി കണ്ടക ശനി 7.5 ശനി ഇങ്ങനെയാണെന്നല്ലോ. അപ്പം ഇത് വന്നു കഴിഞ്ഞാൽ അപ്പം ചിലപ്പം ഈ ശനി വന്നു കഴിഞ്ഞാൽ വീട് വിട്ടു പോവുക, വെളിയിലത്തെ, അതായത് വെളിയിൽ പോകാനുള്ളവർക്ക് യോഗം, അങ്ങനെ ചിലപ്പോൾ വീട് പണിയാൻ, വിവാഹം നടക്കാൻ. പിന്നെ അപ്പോൾ നമ്മൾ പക്ഷേ ഒരു നാൾ നോക്കി എടുത്തിട്ട് ചെയ്യാവും കാര്യങ്ങൾ, ഏത് രീതിയിലുള്ളതാ വരുന്നതെന്ന് പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ നാളെ നോക്കി. അതേമാതിരി ബിസിനസ് ചില ആൾക്കാർക്ക് പരാജയപ്പെടും, ചില ആൾക്കാർക്ക് പച്ച പിടിക്കും. അപ്പോൾ കൂടെ ഏത് ഗ്രഹങ്ങൾ നിൽക്കുന്നു എന്നൊക്കെ ഉള്ളത് നോക്കിയിട്ടാണ് നമ്മളിത് മനസ്സിലാക്കേണ്ടത്. ശനി പൊതുവെ വൃത്തിഹീനൻ എന്നറിയപ്പെടുന്നത്. അതിൻ്റെ ആ ശനി ഭഗവാന്റെ പിക്ചർ ഇതിനകത്ത് കൊടുക്കുന്നെന്ന് നോക്കിയാൽ അതിൻ്റെ ആ കറുത്ത ഒരു രൂപവും കാര്യങ്ങളും. അപ്പം ഇതിനൊരു സ്റ്റോറി നിങ്ങൾക്ക് ഈസിയായിട്ട് പറഞ്ഞാൽ ഇതിപ്പോൾ ജീവിതത്തിൽ മറക്കത്തില്ല. കാരണം ആ ഒരു സ്റ്റോറി, ഒരുപാട് സ്റ്റോറികളുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രികാലജ്ഞാനിയായ രാവണൻ പണ്ട് ഈ എല്ലാ ഗ്രഹങ്ങളെയും തൻ്റെ ചുറ്റിനും ഇങ്ങനെ സ്ഥാപിച്ചിട്ട് അവരെ അജ്ഞാനവർത്തികളായിട്ട് നിർത്തി. അപ്പം രാവണൻ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് എല്ലാം ചെയ്യണം എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു. അപ്പം ഇവരെ അടിമകളമാതിരി ആക്കി പുള്ളിയുടെ കൺട്രോളിൽ കൊണ്ടുവന്നിട്ട്, രാവണന്റെ കൺട്രോളിൽ കൊണ്ടുവന്നിട്ട് ചെയ്തു എന്നുള്ള കഥയാണ്. അപ്പം രാവണനെ ഇന്ദ്രജിത്ത് എന്ന് പറയുന്ന മകൻ ജനിക്കാൻ പോകുന്ന സമയത്ത് അപ്പം ശനിദേവൻ എന്ത് ചെയ്തു? ശനി ഗുളികനെ സൃഷ്ടിച്ചു. അതായത് തൻ്റെ ശരീരത്തെ ചെളി മുഴുവൻ ഉരുട്ടി ഒരു ഗുളിക രൂപത്തിലാക്കി ഈ ദുസ്ഥാനത്തെ, ഈ ഇന്ദ്രജിത്ത് ജനിച്ച ആ ദുസ്ഥാനത്തെ ഇട്ടുകൊടുത്തത്. അപ്പൊ ഈ ഗുളികന്റെ കഥ ഒരു കണക്കിന് നോക്കി കഴിഞ്ഞാൽ, ഗുളികൻ നമ്മുടെ ജീവിതത്തെ ഓരോരുത്തരപ്പം രാഹു കേതു ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗുളികൻ വരുമ്പോൾ
നമുക്ക് ഒരുപാട് അപകടങ്ങളെ കാര്യങ്ങൾ ഈ ഗുളികൻ എന്ന് പറഞ്ഞാൽ അതാണ് ഈ പറയുന്ന മാന്തി എന്ന് പറയുന്നത്. അപ്പം കേരളത്തിൽ ഇത് കൂടുതലായിട്ട് നോക്കുന്നു, പല നോർത്ത് ഇന്ത്യ അല്ലെ തമിഴ്നാട്ടിലൊന്നും അധികം നോക്കുന്നില്ല. എന്നാലും പറഞ്ഞത് നിങ്ങളപ്പോൾ അറിഞ്ഞിരിക്കണം ഈ ഒരു കഥ. അപ്പോൾ ഈ എന്ത് ചെയ്തു, ഈ ശനി ഇതിട്ടത് രാവണന് മനസ്സിലായി. അപ്പം ഉടനെ രാവണൻ എന്ത് ചെയ്തു, രാവണന്റെ ചന്ദ്രഹാസം എടുത്തിട്ട് ശനിയെ വെട്ടുകൊണ്ടത് കാലിലാണ്. അപ്പം ഈ നമ്മുടെ പലരും ചിലപ്പം ഈ ശനിയുമായിട്ട് ബന്ധപ്പെട്ട ചിലപ്പോൾ കാലിന് അപകടങ്ങൾ, സ്കൂട്ടറിൽ പോയി കഴിഞ്ഞ അപകടം, അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ഇങ്ങനെയുള്ള ആ സ്റ്റോറിയുമായിട്ട് റിലേഷനും ഉണ്ട്. എനിക്കത് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ. അതേമാതിരി കാലിന് വാദം വരുക, ശനി കൂടുതലിരിക്കുക, കാലിന് വേദന, പെരുപ്പ്, ഇങ്ങനെയൊക്കെ ഉള്ള ഈ വരാറുണ്ട്. അപ്പോൾ ഇതാണ് ശനിയുടെ. പിന്നെ നിങ്ങളുടെ കാര്യത്തിൽ ഒരു നാളിൻ്റെ ഇതായിട്ട് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഈ ഓരോ നാളുകാരെ അഫക്റ്റ് ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് പോസിറ്റീവ് നെഗറ്റീവ്, എങ്ങനെയൊക്കെ ഗുണം ദോഷം എങ്ങനെയാണെന്ന് ഉള്ള കാര്യങ്ങൾ പറയാം. അപ്പം ഇത് നോക്കിക്കഴിഞ്ഞാലും ഈ നാളിനകത്ത് നമ്മൾ ഇതിനകത്ത് ഈ പറയുമ്പോൾ ഇത് നമ്മൾ ലഗ്നം നോക്കിയാണ് പറയുന്നത്. അപ്പം പാദം നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപാട് കറക്റ്റ് ആയിരിക്കും, അക്യുറേറ്റ് ആയിരിക്കും. ഇത് നമ്മൾ ലഗ്നം നോക്കിയാണ് വരുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും പാദം അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരുന്നതുകൊണ്ട് എല്ലാവർക്കും കറക്റ്റായിട്ട് അക്യുറേറ്റ് ആയി വരികയില്ല. എന്നാലും ഒരു പരിധി വരെ ഏകദേശ കാര്യങ്ങളൊക്കെ ശരിയാണ്. അപ്പം നമ്മൾ ഈ ഏകദേശം ഈ ശനിമാറ്റം 2.5 വർഷത്തെയാണ്. ഏകദേശം ഒരു 6 ഗ്രഹത്തിൽ കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട്. അപ്പം പലതും അനുകൂലമായിട്ട്, ചിലർക്ക് ചിലത് പ്രതികൂലമായിട്ട് വരും. അപ്പം വ്യാഴം മാറ്റം എപ്പോഴും നല്ല സമ്പത്തിന്റെ പൈസയുടെയാണ് വ്യാഴം എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് ഈ ശനിയും ഈ വ്യാഴന്റെയും കൂടെ നമ്മളൊന്ന് മിക്സ് ചെയ്ത്, അല്ലെന്നൊരു ശനി മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാകത്തില്ല. വ്യാഴവും കൂടെ, വ്യാഴത്തിന്റെ പോസിറ്റീവായിട്ട് ഗുണങ്ങളും ആ ശനിയുടെ ഇതും കൂടെ കൂട്ടിയാണ് പറയുന്നത്. ധനുരാശിയിലാണല്ലോ ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ നക്ഷത്രക്കാരുടെ ധനുരാശിയിലാണ്. അപ്പം കുംഭൻ രാശിയിൽ നിന്നും മീനൻ രാശിയിലേക്കുള്ള ഈ ശനിയുടെ മാറ്റം ഇവർക്ക് അത്ര അനുകൂലമായിട്ടുള്ള സമയമല്ല. അതും മാത്രമല്ല, ഇപ്പൊ വ്യാഴവും മാറുന്നുണ്ട്. മെയ് 14-ാം തീയതി വ്യാഴവും മാറുന്നുണ്ട്. അപ്പോൾ അത് പൊതുവെ അത്ര അനുകൂലമായിട്ടുള്ള സമയമല്ല. അതുകൊണ്ട് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ചില കാലതാമസം ഉണ്ടാകും, വിവാഹത്തിന് കാലതാമസം ഉണ്ടാകും. അടുത്ത വ്യാഴമാറ്റത്തോടുകൂടി കാര്യങ്ങൾ അനുകൂലമായിട്ട് വരുന്നതാണ്. അതേമാതിരി കുടുംബാന്തരീക്ഷത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ്. അതുകൊണ്ട് കാര്യങ്ങൾ ഇച്ചിരി കരുതി ഒരു അഡ്ജസ്റ്റ്മെന്റിൽ കൂടെ പോകാനുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. പിന്നെ വ്യവസായമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവർക്ക് തൊഴിലത്തെ ഒരു കാര്യമായിട്ടൊരു അഭിവൃദ്ധി ഒന്നും ഇപ്പോഴത്തേന് പ്രതീക്ഷിക്കേണ്ട. അടുത്ത ഒരു വ്യാഴമാറ്റമൊക്കെ അടുത്ത ഒരു വ്യാഴത്തോടു കൂടി കാര്യങ്ങൾ അനുകൂലമായിട്ടുള്ള വരുന്നതാണ്. പിന്നെ അല്ലെന്നൊരു ഇവിടെ തൊഴിലാളികളുമായിട്ട്, നിങ്ങളുടെ സ്ഥാപനത്തിൽ തൊഴിലാളികളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകാനോ ഒക്കെ ഉള്ള സാധ്യത ഇപ്പോൾ വളരെ കൂടുതലാണ്. അപ്പം അതൊന്ന് കരുതിയിരിക്കുക. പിന്നെ പുതിയ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതുപോലെ അത്ര അനുകൂലമായിട്ടുള്ള സമയമല്ല. സാമ്പത്തികമായിട്ടുള്ള പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇച്ചിരി ഒന്ന് മാറ്റി വെക്കുന്നത് പൊതുവെ നന്നായിരിക്കും. സർക്കാർ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവർക്ക് സ്ഥലമാറ്റത്തിന് സാധ്യതയുണ്ട്. അതേപോലെ പിന്നെ പ്രണയബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ തമ്മിൽ തല്ലുകൂടാനോ അല്ലെന്നൊരു വഴക്കുണ്ടാക്കാനോ അലസി അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു പിരിയാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ വാക്കുകളൊക്കെ ഇച്ചിരി ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് വെക്കുക, സംയമനം പാലിച്ചിരിക്കുക, ആ കാര്യങ്ങൾ മനസ്സിലാക്കി. അപ്പം അടുത്ത ഈ വ്യാഴമാറ്റത്തോടു കൂടി കാര്യങ്ങളെല്ലാം അനുകൂലമാണ് ആകുന്നതാണ്. ബാങ്ക് ലോൺ എടുക്കാനുള്ളതാണേലും ഒരു കാലതാമസം ഉണ്ടാകും. അത് ഈ പറഞ്ഞ മാതിരി ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേന് കാര്യങ്ങളെല്ലാം അനുകൂലമാണ്. ഇപ്പൊ അത്ര പറ്റിയ സമയമല്ല. അതുപോലെ കൺസ്ട്രക്ഷൻ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവർക്കാണെന്നുവെങ്കിൽ പൈസ ഒന്നി കിട്ടാൻ വേണ്ടി താമസം വരിക, കാലതാമസം വരിക, അല്ലെ വർക്ക് സമയത്ത് കംപ്ലീറ്റ് ചെയ്യാതിരിക്കാൻ പറ്റുക, വാക്ക് പാലിക്കാതിരിക്കാൻ പറ്റുക, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ്. അപ്പോൾ അതൊന്ന് കരുതിയിരിക്കുക. പൊതുവെ ഈ ശനിയുടേതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉണ്ടാകും. കാരണം ഇതുവരെ നിങ്ങൾ കുറെ കൂടെ ഇച്ചിരി കാര്യങ്ങൾ അനുകൂലമായിരുന്ന അതിപ്പോൾ ഇച്ചിരി മോശമായിട്ട് വന്നു. അത് ജീവിതത്തിലുള്ളതാണ് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ടെമ്പററി ജോബ് നോക്കുന്നവർക്കും ഒന്ന് ശമ്പളം കിട്ടാതെ വരിക, ശമ്പളം ഡിലേ ആകുക, അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാകണ്ടേ. ബന്ധുക്കൾ വിട്ടുപിരിയാനും അല്ലെന്ന് വരിക അങ്ങനെ ദൂരത്ത് പോകാനും അല്ല ബന്ധുവിയോഗമൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. പിന്നെ ഇത് കർഷകരുമായിട്ട് ബന്ധപ്പെട്ട കൃഷിയിൽ ചെറിയ നഷ്ടം വരികയോ അല്ലെന്നൊരു കന്നുകാലി കർഷകർക്കാണെങ്കിലും ഒന്നിലെ ഇതിൻ്റെ ഉൽപ്പാദനം കുറയുക, അങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അതേപോലെ അധ്യാപകർക്കാണെങ്കിലും കുറേ അനുകൂലമായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിലും ഇച്ചിരി ബുദ്ധിമുട്ടും ക്ലേശങ്ങളൊക്കെ വളരെ ഇച്ചിരി കൂടുന്നതായിട്ടുള്ളതാണ്
അതേപോലെ വിദ്യാർത്ഥികളാണെന്നൊരു പഠിത്തത്തിൽ ഉഴപ്പ് വരാനും അല്ലെന്നൊരു എന്താ പറയുന്നത് നമ്മുടെ കാര്യമായിട്ടുള്ള ഒരു പേരൻസിന്റെ സത്യ കാര്യങ്ങൾ ഉണ്ടെന്ന വരിയിൽ വളരെ നല്ലതായിട്ട് പോകാനുള്ള അനുകൂലമാക്കിയിട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യങ്ങളൊക്കെയാണ് നിലവിലുള്ളത്. പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നവരെ ഇപ്പം തുടങ്ങാതിരിക്കുന്നതാണ് നല്ല. ഇച്ചിരി കാലതാമസം എടുത്തിട്ട് പയ്യെ ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ ഉയർത്തി കൊണ്ടുവരാൻ കഴിയുന്നതാണ്. അതേമാതിരി വളരെ ഹാർഡ് വർക്ക് ചെയ്തു കഴിഞ്ഞാൽ അടുത്ത ഈ പറഞ്ഞ അതിൻ്റെ ഒരു ക്ഷമയോടെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല ലാഭം അടുത്ത ഈ വ്യാഴമാറ്റത്തോടുകൂടി കാര്യങ്ങൾ അനുകൂലമായിട്ട് വരുന്നതാണ്. പിന്നെ സുഹൃത്തുക്കളുടെ ചതിയിൽ പെടാൻ സാധ്യതയുണ്ട്. അതൊന്ന് കരുതലോടെ ഇരിക്കുക. പൈസ കടം കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് പൈസ കഴിവതും കടം കൊടുക്കാതിരിക്കുക. പിന്നെ ഇതൊക്കെയാണ് മെയിനായിട്ട് പറയാനുള്ളത്. അപ്പം ശനിയുടെ പ്രീതിക്കായിട്ട് ഒന്ന് ശനിദേവനെ, അതായത് ശാസ്താവിൻ്റെ അമ്പലത്തിൽ പോകുന്നത് നല്ലതാണ്. പിന്നെ മെയിൻ എന്ന് പറഞ്ഞാൽ കുളിച്ച് വൃത്തിയായിട്ടിരിക്കുക. കറുത്ത വസ്ത്രവും നീല വസ്ത്രം, അതേമാതിരി കറുത്ത വസ്ത്രം ദാനം ചെയ്യുക. അത് വളരെ നന്നായിരിക്കും. കറുത്ത വസ്ത്രം ദാനം ചെയ്യുന്നത് നന്നായിരിക്കും. അതേപോലെ വ്യാഴപ്രീതിക്ക്, വ്യാഴമാണേലും വ്യാഴം എന്ന് പറഞ്ഞാൽ പൈസ ഫൈനാൻസിന്റെ ഗ്രഹമാണല്ലോ. അപ്പോൾ വ്യാഴപ്രീതിക്കായിട്ട് ഒന്നില്ല നിങ്ങൾ ആരെങ്കിലും ട്യൂഷൻ പഠിപ്പിക്കാൻ നിങ്ങൾക്ക് അറിയുന്നവരാണെന്നൊരു കുട്ടികൾക്ക് ട്യൂഷൻ പഠിപ്പിക്കുക. അതേമാതിരി സ്ലേറ്റോ പെൻസിലോ അല്ലെങ്കിൽ നോട്ട് ബുക്കോ വലിയ വിലയുള്ളതല്ല എന്തെങ്കിലുമൊക്കെ കുട്ടികൾക്ക് ദാനം ചെയ്യുക. അപ്പം കുട്ടികളെ പോസിറ്റീവ് ആക്കുക, കുട്ടികളെ ഉപദ്രവിക്കാതിരിക്കുക. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യാഴപ്രീതി അനുകൂലമായിട്ട് വരും. അതേമാതിരി ശനിയുടേതായിട്ടുള്ള ശനി എന്ന് പറഞ്ഞാൽ പൊതുവെ വൃത്തിഹീനനാണ്. അതുകൊണ്ട് നമ്മൾ കുളിച്ച് വൃത്തിയായിട്ട് നല്ല ഇതായിട്ടുള്ള ഈ ഒരു കാലത്തൊക്കെ നടക്കുന്നത് പൊതുവെ നല്ലതാണ്. ഇപ്പം ഇതൊക്കെയാണ് ഇതേപ്പറ്റി പറയാനുള്ളത്. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ജാതകവും മറ്റും നോക്കുകയോ എടുക്കുക വേണമെന്നില്ല, ഇതിനകത്ത് വാട്സപ്പ് നമ്പറുണ്ട്, കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അതിനകത്ത് നമ്മൾ അതിൻ്റെ ഒരു ചാർജും കാര്യങ്ങളുണ്ട്. അതുപോലെ ആരെങ്കിലും മാരേജുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡൗട്ടുകളൊക്കെ ഉണ്ടെന്ന് വരിയിൽ നിങ്ങൾക്കത് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫീസ് കൊണ്ട് അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നോക്കിത്തരുന്നതാണ്. പിന്നെ ആർക്കെങ്കിലും ക്ലാസ്സിൽ ചേരണമെന്നൊരു ക്ലാസ്സിൽ 1.5 മാസം കഴിഞ്ഞിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതിനകത്തൊരു ലിങ്ക് ഗ്രൂപ്പുണ്ട്. അതിനകത്ത് ആർക്കെങ്കിലും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പഠിക്കേണ്ടതായിട്ടുള്ള ആൾക്കാർക്ക് അത് പഠിക്കാം. ഇതൊക്കെയാണ് പറയാനുള്ളത്. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.